ഫിനാൻഷ്യൽപരമായിട്ട് നമ്മൾ എടുക്കുന്ന ഒരേ ഒരു മിസ്റ്റേക്ക് എന്താണെന്നറിയോ? നമുക്ക് റാൻഡമായിട്ട് കിട്ടുന്ന സോഴ്സസിൽ നിന്നുള്ള ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ ന്യൂസസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ലാഭത്തേക്കാൾ കൂടുതൽ നമുക്ക് നഷ്ടമായിരിക്കും കൊണ്ട് തരിക. എന്തെന്ന് വെച്ചാൽ നമുക്ക് സോഷ്യൽ മീഡിയാസ് വഴി നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾ ഡെയിലി കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഈ കൺസ്യൂം ചെയ്യുന്ന ന്യൂസസിൻ്റെ അല്ലെങ്കിൽ ഇൻഫർമേഷൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പല കാര്യങ്ങളും നമ്മൾ തീരുമാനം എടുക്കുക. ഇത്തരത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിക്കും കറക്റ്റ് ആവണമെന്നില്ല. കാരണം നമ്മളത് വലിയ നഷ്ടങ്ങളിലേക്കായിരിക്കും കൂടുതൽ കൊണ്ടെത്തിക്കുക. ഈ ഒരു ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ ഹായ്, ഐ എം വിശാൽ. ഐ എ ഫിനാൻസ് ബിസിനസ് ഓണർ. സ്റ്റോക്ക് മാർക്കറ്റിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവർ സക്സസ്ഫുൾ ആയത് റാൻഡം ആയിട്ടുള്ള സ്റ്റോക്കുകൾ ട്രേഡിംഗ് കൊണ്ടോ അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുന്നുണ്ടോ മാത്രമല്ല, ഒരു നല്ല പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തിട്ട് ആ ഒരു പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് ഇവരെല്ലാം തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വലിയ വലിയ റിട്ടേൺസ് നേടിയെടുക്കുന്നത്. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എങ്ങനെ ഒരു നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പല ആളുകൾക്കും അറിയില്ലാത്ത അല്ലെങ്കിൽ ഒട്ടുമിക്ക ആളുകളും ഇഗ്നോർ ചെയ്യുന്നൊരു കാര്യമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക എന്നുള്ളത്, അല്ലേ? വാട്ട് ഈസ് എ പോർട്ട്ഫോളിയോ? ആ പോർട്ട്ഫോളിയോ ഈസ് എ കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ആസറ്റ് ക്ലാസ്സസ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് ഡിഫറെൻറ്റ് ആസറ്റ് ക്ലാസ്സുകളെ ഒരു ഗ്രൂപ്പായിട്ട് കാറ്റഗറി ചെയ്തിരിക്കുന്നതിനാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഈ ഒരു പോർട്ട്ഫോളിയോയിൽ നമുക്ക് സ്റ്റോക്കുകൾ ഉണ്ടാവാം, മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ടാവാം, ETFs, ബോൺസ്, ഗോൾഡ്സ്, ഏത് അസറ്റ് ക്ലാസ്സുകളും നമുക്ക് എത്ര വേണമെങ്കിലും ഈ ഒരു പോർട്ട്ഫോളിയോ ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ചില ഡിമാറ്റ് അക്കൗണ്ടിൽ ഹോൾഡിങ്സ് എന്നോ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ എന്നായിരിക്കും കാണിച്ചിരിക്കുക. ഇനി നമുക്ക് എങ്ങനെ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാം, അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എത്ര രൂപ മന്ത്ലി ഇൻകം ഉണ്ട്, നമുക്ക് എത്ര രൂപ എക്സ്പെൻസ് ഉണ്ട്, ആ ഇൻകം എക്സ്പെൻസും കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് എത്ര രൂപ ഒരു മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ്സിന് വേണ്ടി മാത്രം മാറ്റി വയ്ക്കാൻ പറ്റും. ആ ഒരു എമൗണ്ട് നമ്മൾ എത്ര നാളത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു, എത്ര റിസ്ക് എടുക്കാൻ നമ്മൾ റെഡിയാണ്, എത്രത്തോളം എമൗണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി മാറ്റി വയ്ക്കുന്നത്. സോ ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടൊരു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അസറ്റ് അലോക്കേഷൻ. അസറ്റ് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്ത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് നമ്മൾ മാറ്റി വെച്ചു. ആ ഒരു എമൗണ്ട് ഏതൊക്കെ അസറ്റുകളിലേക്ക് അല്ലെങ്കിൽ ഏതൊക്കെ അസറ്റുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, എത്രത്തോളം നമ്മൾ ഏതൊക്കെ അസറ്റുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് അസറ്റ് അലോക്കേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എത്ര രൂപ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര രൂപ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര രൂപയ്ക്ക് ഗോൾഡ് ETF മേടിച്ച് വെക്കണം എന്നുള്ളതാണ് ഈ ഒരു അസറ്റ് അലോക്കേഷൻ കൊണ്ട് നമ്മൾ സിമ്പിളായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു അസറ്റ് അലോക്കേഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ മാർക്കറ്റിൽ വരുന്ന പലവിധ റിസ്ക്കുകളെയും മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാനായിട്ടായിരിക്കും നമ്മൾ ഈ ഒരു പോർട്ട്ഫോളിയോ ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്യുന്നത്. തേർഡ് സ്റ്റെപ്പാണ് ഒരു പോർട്ട്ഫോളിയോയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെ ഒരു പോർട്ട്ഫോളിയോ സ്ട്രക്ചർ ചെയ്യാമെന്നുള്ളത്. ആ ഒരു പോർട്ട്ഫോളിയോ എങ്ങനെ സ്ട്രക്ചർ ചെയ്യാമെന്നുള്ളത് നമുക്ക് 3 രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളുടെ റിസ്ക്കിനെ നമ്മൾ നോക്കിയിട്ട് ആ റിസ്ക്കിനനുസരിച്ച് നമുക്ക് 3 രീതിയിലായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് 3 രീതിയിലുള്ള റിസ്ക്കുകളാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ നമുക്ക് മെയിനായിട്ട് വരുന്നൊരു കാര്യം. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3 രീതിയിലുള്ള റിസ്ക് കാറ്റഗറിയാണ് വരുന്നത്. നമുക്ക് ഒട്ടും റിസ്ക് എടുക്കാൻ താല്പര്യമില്ല, ചെറിയ രീതിയിലുള്ള റിട്ടേൺസ് മതി, എനിക്കധികം റിസ്ക് ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നവർക്ക് നമുക്കൊരു കൺസർവേറ്റീവ് കാറ്റഗറിയിൽ അവർ ആഡ് ചെയ്യാം. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് അധികം റിസ്ക് ഒന്നും എടുക്കാൻ പറ്റില്ല, പക്ഷേ എനിക്ക് കുറച്ച് റിസ്ക് എടുക്കാം, എന്നാൽ കുറച്ചുകൂടി റിട്ടേൺസ് കൂടുതൽ വേണം, അല്ലെങ്കിൽ കുറച്ചുകൂടി റിട്ടേൺസ് എനിക്ക് വേണം. ഈ ഒരു കാറ്റഗറിയിലുള്ളവരെ നമുക്ക് മോഡറേറ്റ് റിസ്കിൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് അഗ്രസീവ് കാറ്റഗറി എന്ന് പറയും. ഈ ഒരു കാറ്റഗറിയിലുള്ളവർക്ക് റിസ്ക് ഒന്നും ഒരു കുഴപ്പമില്ല, എനിക്ക് എത്രത്തോളം വേണമെങ്കിലും റിസ്ക് എടുക്കാം, എനിക്ക് മാക്സിമം റിട്ടേൺസ് വേണം. അത്തരത്തിലുള്ള ആളുകളാണ് നമ്മൾ ഈ ഒരു അഗ്രസീവ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. നമ്മൾ എന്താണ് ഒരു പോർട്ട്ഫോളിയോ എന്ന് കണ്ടു, എങ്ങനെ ഒരു പോർട്ട്ഫോളിയോ ഡിസൈൻ ചെയ്യാം, എങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആക്ച്വലി ഒരു പോർട്ട്ഫോളിയോയുടെ സ്ട്രക്ചർ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ റിസ്ക് അനുസരിച്ചായിരിക്കും നമ്മൾ അസറ്റ് അലോക്കേഷൻ ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം കൺസർവേറ്റീവ് എന്നും മോഡറേറ്റ് എന്നും അഗ്രസീവ് എന്നും 3 കാറ്റഗറിയായിട്ട് തിരിക്കും. അതിൽ നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് ആദ്യം വരുന്നത്, ഡെപ്റ്റ് ഫണ്ടും ഇക്വിറ്റി ഫണ്ടും, പിന്നെ വരുന്ന ഗോൾഡ്, എത്ര പെർസെൻറ്റേജോളം നമുക്ക് ഒരു കൺസർവേറ്റീവ് കാറ്റഗറി ഉള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണ് നോക്കുന്നത്. ഇനി നമുക്ക് മോഡറേറ്റ് പോർട്ട്ഫോളിയോ നോക്കാം. മോഡറേറ്റ് നമുക്ക് ഡയറക്റ്റ് ഇക്വിറ്റി ഫണ്ടും ഡെപ്റ്റ് ഫണ്ടും FDയും പിന്നെ ഗോൾഡുമാണ് വരുന്നത്. അത് എത്ര പെർസെൻറ്റേജോളം നമുക്കൊരു മോഡറേറ്റ് കാറ്റഗറിയിലുള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണ് നോക്കുന്നത്. ഇനിയുള്ള നമുക്ക് അഗ്രസീവ് കാറ്റഗറി നോക്കാം. അഗ്രസീവിന് നമുക്ക് ഡയറക്റ്റ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതിനൊപ്പം തന്നെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യാം, അതിനൊപ്പം തന്നെ ഗോൾഡും. നമുക്ക് ഇൻവെസ്റ്റർ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഡെപ്റ്റ് ഫണ്ട് കൂടി ആഡ് ചെയ്യാം, ഒരു റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. സോ ഈ ഒരു രീതിയിൽ നമ്മൾ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. സോ ഇത് നിങ്ങളുടേതായ റിസ്ക് അനുസരിച്ച് നിങ്ങൾക്ക് തന്നെ പ്ലാൻ ചെയ്യാവുന്ന സിമ്പിളായിട്ട് കാൽക്കുലേഷനാണ്. നാലാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് പോർട്ട്ഫോളിയോ റിവ്യൂ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന 90% ആളുകൾക്കും ഇഗ്നോർ ചെയ്യുന്ന അല്ലെങ്കിൽ പല ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ്
പോർട്ട്ഫോളിയോ റിവ്യൂ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് വേണമെങ്കിൽ നമ്മൾ നല്ലൊരു പോർട്ട്ഫോളിയോ ഡിസൈൻ ചെയ്തു. ആ ഒരു പോർട്ട്ഫോളിയോ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിൽ പല റിസ്ക്കുകളും വരും. ആ റിസ്ക്കുകളെയൊക്കെ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. സോ അത്തരത്തിലുള്ള റിസ്ക്കുകൾ റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് നമ്മൾ പോർട്ട്ഫോളിയോ റിവ്യൂ ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു 6 മാസം അല്ലെങ്കിൽ 1 ഇയർ കൂടുന്ന സമയത്ത് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ എടുക്കുക. അതിലേതൊക്കെ അസറ്റുകൾ എങ്ങനെയൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട്, മാർക്കറ്റിൻ്റെ റിസ്ക് എങ്ങനെയൊക്കെയാണ് അതിനെ എഫക്റ്റ് ചെയ്യുന്നത്, നമ്മളുടെ ഗോളുകളായിട്ട് അത് അലൈൻ ചെയ്യുന്നുണ്ടോ, കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് പോകുന്നുണ്ടോ എന്നെല്ലാം നമ്മൾ ചെക്ക് ചെയ്യാം. സോ ഒരു പോർട്ട്ഫോളിയോ റിവ്യൂ ചെയ്ത് അത് റീസ്ട്രക്ചർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഇനി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പോർട്ട്ഫോളിയോ റിവ്യൂ ചെയ്യണം, നിങ്ങളൊരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾക്ക് ഓൾറെഡി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, അത് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യണം, അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയണം, അത് റീസ്ട്രക്ചർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മളുടെ സപ്പോർട്ട് അവൈലബിൾ ആയിരിക്കും. നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് നമ്മളെ കണക്ട് ചെയ്യാം, നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിന് വേണ്ട ഗൈഡൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. സോ ഞാനീ പറഞ്ഞ 4 പോയിന്റ്സ് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ ഓർത്തിരിക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ ഒരിക്കലും നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യേണ്ടാത്തൊരു കാര്യമാണ് ഈ 4 പോയിന്റ്സ്. സോ ഇത് നിങ്ങൾ ഓർത്ത് വെച്ചിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ലോങ് ടൈമിലേക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റിട്ടേൺസ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ കോണ്ടന്റുകളായിരിക്കും നമ്മൾ ഇനിയും പോസ്റ്റ് ചെയ്യുന്നത്.